ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ ഒരു പ്രശസ്തമായ നയതന്ത്ര തത്വമുണ്ട്. ഇവിടെ സ്ഥിരമായ ശത്രുക്കളോ സുഹൃത്തുക്കളോ ഇല്ല, സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വാചകം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നത് പാകിസ്ഥാന്റെ കാര്യത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാന്റെ യഥാർത്ഥ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫീൽഡ് മാർഷൽ അസീം മുനീറും തമ്മിലുള്ള ആത്മബന്ധം ഇപ്പോൾ ലോക രാജ്യങ്ങളെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുകയാണ്. ട്രംപ് മുനീറിനെ വിശേഷിപ്പിച്ചത് മൈ ഫേവറേറ്റ് ഫീൽഡ് മാർഷൽ എന്നാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സൗഹൃദം പെട്ടെന്നുണ്ടായ ഒന്നല്ല. ഇതിന് പിന്നിൽ 2019 മുതൽ ലണ്ടൻ കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട ലണ്ടൻ പ്ലാൻ എന്ന ഒരു മാസ്റ്റർ സ്ട്രാറ്റജിയുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അധികാരത്തിൽ നിന്ന് തെറിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഈ അന്താരാഷ്ട്ര ചതുരംഗ കളി ഇന്ന് US ഇറാൻ സമാധാന ചർച്ചകളിൽ പാകിസ്ഥാനെ ഒരു പ്രധാന ഇടനിലക്കാരനാക്കി മാറ്റിയിരിക്കുകയാണ്. ജോ ബൈഡന്റെ കാലത്ത് കടുത്ത മരപ്പിലായിരുന്ന US പാക് ബന്ധം ഇന്ന് 7ാം സ്വർഗത്തിലാണ് എന്ന് പറയണം. ആഗോള മാധ്യമമായ ഡാപ്സൈഡ് ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇമ്രാൻഖാന്റെ പതനം മുതൽ ട്രംപിന്റെ കീഴിലുള്ള പാകിസ്ഥാന്റെ പുതിയ ഉദയം വരെയുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ മാറ്റിവരച്ച ലണ്ടൻ പ്ലാൻ എന്ന ആശയത്തിന് പിന്നിൽ വലിയൊരു അധികാര തർക്കത്തിന്റെ കഥയുണ്ട്. 2019 ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ ISI മേധാവിയായിരുന്ന അസീം മുനീറിനെ ആ പദവിയിൽ നിന്നും പെട്ടെന്ന് നീക്കി. പദവി നഷ്ടപ്പെട്ട മുനീർ അന്ന് ലണ്ടനിൽ പ്രവാസ ജീവിതം നയിക്കുകയായിരുന്ന മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. ഇമ്രാൻഖാൻ പിന്നീട് പരസ്യമായി ആരോപിച്ചതുപോലെ മുനീറും ഷെരീഫ് കുടുംബവും പാകിസ്ഥാനിലെ ചില ഉന്നത ജഡ്ജിമാരും ചേർന്ന് ലണ്ടനിൽ വെച്ചാണ് ഇമ്രാനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ലണ്ടൻ പ്ലാൻ തയ്യാറാക്കിയത്. ഈ ആഭ്യന്തര ഗൂഢാലോചനയിലേക്ക് പിന്നീട് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA കൂടി പങ്കാളികളാക്കാൻ പാകിസ്ഥാൻ മിലിറ്ററിക്ക് സാധിച്ചു. അതിന് അമേരിക്കയ്ക്ക് വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സൈന്യത്തെ പിൻവലിച്ചതിന് ശേഷം അവിടെ ഡ്രോൺ ഓപ്പറേഷനുകൾ നടത്തുന്നതിനായിട്ട് പാകിസ്ഥാനിൽ താവളങ്ങൾ അനുവദിക്കണമെന്ന് CIA ഡയറക്ടർ വില്യം ബേൺസ് ആവശ്യപ്പെട്ടെങ്കിലും ഇമ്രാൻഖാൻ അത് നിരസിച്ചു. ഇത് അമേരിക്കയെ പ്രകോപിപ്പിച്ചു. തുടർന്ന് പാക് മിലിറ്ററി ഔദ്യോഗിക സർക്കാരിന്റെ അറിവില്ലാതെ US-ൽ വൻ തുക മുടക്കി ലോബിയിങ് നടത്തി. ഇതിന്റെ തുടർച്ചയായിട്ടാണ് 2022 മാർച്ചിൽ US അസിസ്റ്റന്റ് സെക്രട്ടറി ഡൊണാൾഡ് ലൂവും പാക് നയതന്ത്രജ്ഞരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇമ്രാൻഖാനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയാൽ പാകിസ്ഥാനോടുള്ള എല്ലാ പിണക്കങ്ങളും അമേരിക്ക മറക്കുമെന്നായിരുന്നു അമേരിക്കയുടെ സൂചന. തൊട്ടടുത്ത മാസം തന്നെ ഇമ്രാൻഖാൻ പുറത്താക്കപ്പെടുകയും ഷഹബാസ് ഷെരീഫ് അധികാരമേൽക്കുകയും ചെയ്തു. ഇമ്രാൻഖാനെ പുറത്താക്കാൻ ബൈഡൻ ഭരണകൂടത്തിന്റെ പരോക്ഷ പിന്തുണ ലഭിച്ചെങ്കിലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ ജോ ബൈഡൻ തയ്യാറായിരുന്നില്ല. പാകിസ്ഥാൻ ഇപ്പോഴും ഒരു ആഗോള സുരക്ഷാ ഭീഷണിയാണെന്ന നിലപാടിൽ ബൈഡൻ ഉറച്ചുനിന്നു. എന്നാൽ അന്ന് വന്ന പാക് ആർമി ചീഫ് ജനറൽ ഖമർ ജാവേദ് ബജ്വ അമേരിക്കയുമായുള്ള ബന്ധം പുതുക്കാൻ കടുത്ത ശ്രമങ്ങൾ നടത്തി. 2022 ഒക്ടോബറിൽ വാഷിംഗ്ടണിലെത്തിയ ബജ്വ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെയും അതുപോലെ ജേക്ക് സളിവനെയും കണ്ട് വലിയ വാഗ്ദാനങ്ങൾ നൽകി. ഇസ്രായേലിന്റെ ഭീഷണിയാകാത്ത രീതിയിൽ പാകിസ്ഥാന്റെ മിസൈലുകളുടെ പരിധി പരിമിതപ്പെടുത്തുമെന്നും ആണവ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ചൈനയുമായിട്ടുള്ള അടുപ്പം കുറയ്ക്കുമെന്നുമായിരുന്നു ബജ്വയുടെ ഉറപ്പുകൾ. ഇതിനൊക്കെ അപ്പുറം അമേരിക്കൻ പ്രതിനിധി സംഘത്തിന് പാകിസ്ഥാന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ആണവ നിലയങ്ങൾ പരിശോധിക്കാൻ അനുമതി നൽകാമെന്നും ബജ്വ സമ്മതിച്ചു. എന്നാൽ പാകിസ്ഥാനിൽ തിരിച്ചെത്തിയ ബജ്വ ആണവായുധങ്ങളുടെ ചുമതലയുള്ള സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷൻ SPD മേധാവിയോട് ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ ഉത്തരവിട്ടെങ്കിലും SPD മേധാവി ഈ രാജ്യാന്തര സുരക്ഷാ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഈ പരാജയമാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിൽ ഒന്നാണ് എന്നും അവിടെ സുരക്ഷിതത്വമില്ലാത്ത ആണവായുധങ്ങളുണ്ട് എന്നും പരസ്യമായി പറയാൻ ജോ ബൈഡനെ പ്രകോപിപ്പിച്ചത്. ഇമ്രാനെ പുറത്താക്കിയിട്ടും ബൈഡന്റെ കാലത്ത് പാകിസ്ഥാന് US-ന്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതോടെ കഥ ആകെ മാറി. പാകിസ്ഥാനോടുള്ള സമീപനത്തിൽ ഭിന്നധ്രുവങ്ങളിലായിരുന്നുവെങ്കിലും ഒടുവിൽ പെന്റഗണും CIA-യും മുന്നോട്ട് വെച്ച പ്രായോഗിക നയങ്ങൾക്കാണ് ട്രംപ് അംഗീകാരം നൽകിയത്. ഇതോടെ പാകിസ്ഥാൻ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ ദക്ഷിണേഷ്യൻ പങ്കാളിയായി മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അമേരിക്കയുമായുള്ള ബന്ധം ദൃഢമാക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ വിലപിടിപ്പുള്ള ധാതു വിഭവങ്ങളും ക്രിപ്റ്റോ ഇടപാടുകളും അമേരിക്കൻ കമ്പനികൾക്കായിട്ട് തുറന്നുകൊടുത്തു. ഇതിനു പുറമെ ഗാസയിലെ സമാധാന സേനയിലേക്ക് തങ്ങളുടെ സൈന്യത്തെ അയക്കാമെന്ന വാഗ്ദാനവും അവർ നൽകി. ഇതിന് പകരമായിട്ട് അമേരിക്ക പാകിസ്ഥാന് നേറ്റോ ഗ്രേഡിലുള്ള അത്യാധുനിക സൈനിക ആശയവിനിമയ ഉപകരണങ്ങൾ കൈമാറുകയും ഇന്ത്യയുമായിട്ടുള്ള സൈനിക അസ്വാരസ്യങ്ങളിൽ പാകിസ്ഥാന്റെ പക്ഷം ചേരുകയും ചെയ്തു. ബൈഡന്റെ കാലത്ത് പാക് പ്രധാനമന്ത്രിക്ക് ഒരു ഫോൺ കോൾ പോലും ലഭിക്കാതിരുന്ന സ്ഥാനത്ത് പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ 2 തവണയാണ് ട്രംപുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ഇനി നമുക്ക് ഇതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് വരാം. അസീം മുനീർ വിഭാവനം ചെയ്ത ഈ തന്ത്രങ്ങൾക്ക് ഇന്ന് പാകിസ്ഥാനെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന പീഠത്തിൽ എത്തിച്ചിരിക്കുകയാണ്.
അടുത്തിടെ നടന്ന US ഇറാൻ താൽക്കാലിക വെടിനിർത്തൽ ആ സീസ്ഫയർ ടോക്സിൽ പ്രധാന മധ്യസ്ഥനായി പ്രവർത്തിച്ചത് ഫീൽഡ് മാർഷൽ അസീം മുനീർ ആയിരുന്നു. ട്രംപ് നേരിട്ടാണ് മുനീറിന്റെ സഹായം ഇതിനായിട്ട് തേടിയത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ഈ നയതന്ത്ര ഇടപെടലിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു വശത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും കടുത്ത പ്രതിസന്ധിയിലാണ്. നേരത്തെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിന്റെ 1ാം വാർഷികത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിലാണ് അസീം മുനീർ ഭീഷണി മുഴക്കിയത്. അതുപോലെ പാകിസ്ഥാനെതിരെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് മുനീറിന്റെ മുന്നറിയിപ്പ്. അതായത് അമേരിക്കയെ കയ്യിലെടുത്ത് ഇന്ത്യക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുക കൂടിയാണ് പാക് ആർമിയുടെ ലക്ഷ്യം. ചുരുക്കം പറഞ്ഞാൽ സ്വന്തം രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളെയും ജനകീയ നേതാക്കളെയും അടിച്ചമർത്തിക്കൊണ്ട് പാക് സൈനിക നേതൃത്വം കെട്ടിപ്പടുത്ത ഈ അന്താരാഷ്ട്ര സഖ്യം പാകിസ്ഥാന് താൽക്കാലികമായ നയതന്ത്ര മേൽക്കൈ നൽകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. വൻ ശക്തികളുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് സ്വന്തം നയങ്ങൾ മാറ്റിയെഴുതുന്ന പാകിസ്ഥാന്റെ ഈ പുതിയ ലണ്ടൻ പ്ലാൻ തന്ത്രം ദക്ഷിണേഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയെയും വരും നാളുകളിൽ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.